നമസ്കാരം. എല്ലാവർക്കും ASLB അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ PSC വിളിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ്. PSCയുടെ മെഗാ വിജ്ഞാപനമാണ് ഈ ഡിസംബറിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മെഗാ വിജ്ഞാപനമാണ് വരുന്നത്. അപ്പോൾ ഈ മാസം 150-ലേറെ തസ്തികകളിലാണ് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. 3 ഘട്ടമായിട്ടാണ് വിജ്ഞാപനം തയ്യാറാക്കുന്നത്. ആദ്യത്തെ ഘട്ടം 40 തസ്തികകളിലേക്കാണുള്ളത്. അത് ഡിസംബർ 16 ഇപ്പോൾ ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 47 തസ്തികൾക്കുള്ള വിജ്ഞാപനം ഡിസംബർ 30 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. സെക്രട്ടേറിയറ്റ്, അതുപോലെ PSC, ഓഡിറ്റ് വകുപ്പിലേക്കുള്ള എല്ലാ അസിസ്റ്റന്റ്, അതുപോലെ അല്ലെങ്കിൽ ഓഡിറ്റർ ഉൾപ്പെടെയുള്ള വിജ്ഞാപനമാണ് ഡിസംബർ 31 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. എന്നാൽ അവസാന ഘട്ട വിജ്ഞാപനങ്ങളുടെ പട്ടിക ഇതുവരെ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഡിസംബർ രണ്ടാമത്തെ ഘട്ടമായി പ്രസിദ്ധീകരിക്കുന്ന 47 കാറ്റഗറിയിലേക്കുള്ള വിജ്ഞാപനത്തിൽ കഴിഞ്ഞ PSC യോഗം അംഗീകാരം നൽകി. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സിവിൽ പോലീസിലും അതുപോലെ ആഡം പോലീസിലും SI, കൃഷി വകുപ്പിൽ കൃഷി ഓഫീസർ, വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലാണ് ഡിസംബർ 30 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. 2025 ജനുവരി 29 വരെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ തൊഴിൽ വാർത്തകളിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ കൂടിയൊക്കെ പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ PSCയുടെ ഗസറ്റിൽ കാണും. അതുപോലെ നമ്മുടെ എല്ലാം യൂട്യൂബ് ചാനലിൽ കാണും. ASLB അക്കാദമിയുടെ ആപ്ലിക്കേഷൻ ലഭ്യമായിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ, അതുപോലെ കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അതുപോലെ ഫിസിക്സിന് വേണ്ടി ടീച്ചറെയാണ് വിളിച്ചിട്ടുള്ളത്. പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ ട്രെയിനിയാണത്. പുരാവസ്തു വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ, പോളിമർ ടെക്നോളജി, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലെ പങ്കർ ഇൻസ്പെക്ടർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവിൽ കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ ലിമിറ്റഡില്, അതുപോലെ തന്നെ സിവിൽ സബ് എഞ്ചിനീയർ. അപ്പോൾ കേരള സ്റ്റേറ്റ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡില് കയർഫെഡില് സിവിൽ സബ് എഞ്ചിനീയർ. അതുപോലെ തന്നെ ഇതെല്ലാം സൊസൈറ്റി കാറ്റഗറിയാണ്. അതുപോലെ ജനറൽ കാറ്റഗറി വിളിക്കും. അപ്പൊ ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ എന്തായാലും നമുക്ക് ഇതിന്റെ എല്ലാം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജില്ലാ തലം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയമാണ്, തസ്തിക മാറ്റം മുഖേന കാണും. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം കാണും. അതുപോലെ വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ്, വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അത് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുള്ള നോട്ടിഫിക്കേഷൻ കാണും. പാലക്കാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ നഴ്സ് ഗ്രേഡ് 2, വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ, അത് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും കാണും. തിരുവനന്തപുരം ജില്ലയിലെ നാഷണൽ കേഡറ്റ് കോർപ്സിൽ NCC എയ്റോ മോഡലിംഗ് ഹെൽപ്പർ, അതുപോലെ വിമുക്ത ഭടന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അപ്പോൾ ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ തസ്തികയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ പുരാവസ്തു ക്യൂറേറ്റർ കാണും, പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട്. സ്റ്റേറ്റ് ആർക്കൈവ്സ് വകുപ്പിൽ കൺസർവേഷൻ ഓഫീസർ കാണും, അതും പട്ടികജാതി പട്ടികവർഗത്തിനായിട്ടാണ്. അതുപോലെ പാലക്കാട് ജില്ലയിലാണെങ്കിൽ ജില്ലാതലം എടുക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 പട്ടികവർഗത്തിനും കാണും. അതൊന്നും ഓർത്തു വെച്ചേക്കുക. അതുപോലെ ഫാർമക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് അത് ഈഴവ തീയ ബില്ലവക്കാർക്ക് വേണ്ടിയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് സർജറിയിൽ അത് ഈഴവ തീയ ബില്ലവയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഓങ്കോളജിയിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടിയാണ്. അതുപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ NCA ആണ് വിളിക്കുന്നത്. അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ ഡ്രൈവർ, അത് ഹ്യൂമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അത് SC ആണ്.
അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമറേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിൽ കൺസ്യൂമർ ഫെഡില് മാനേജർ ഗ്രേഡ് 2 വിളിക്കും. അത് സൊസൈറ്റി കാറ്റഗറി കാണും. ഈഴവ തീയ വില്ലയ്ക്ക് വേണ്ടിയാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസ് അസിസ്റ്റന്റ് കാണും. അത് പട്ടികജാതിക്കാർക്ക് വേണ്ടിയാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നമ്മുടെ കയർ ഫെഡിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് പട്ടികജാതിക്കാർക്ക് വേണ്ടിയാണ്. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ വിശദീകരിച്ച വിവരങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു വലിയ സ്വപ്നം, അതായത് ഈ ഡിസംബറിൽ 3 ഘട്ടമായിട്ട് നമ്മുടെ ഒരുപാട് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇത് മാത്രമായിരിക്കത്തില്ല, നമ്മൾ ഈ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ട മാത്രമായിരിക്കില്ല, ഒരുപാട് എക്സാം നോട്ടിഫിക്കേഷൻ എന്തായാലും കാണും. എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് എക്സാമിന് നോട്ടിഫിക്കേഷൻ കാണും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ASNB അക്കാദമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗോൾഡൻ പ്രീമിയം ബാച്ചാണ് ആരംഭം. ഇതിന്റെ ഫീസ് വരുന്നത് 5000 രൂപയാണ്. 18 മാസമാണ് വാലിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്ന മറ്റൊരു വലിയ എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പൊ പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടി നിങ്ങൾക്ക് ജോലി വാങ്ങാൻ പാകത്തിലാണ് ഞങ്ങൾ ഓരോ കോഴ്സും ഒരുക്കിയിരിക്കുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണും. അതുപോലെ SCRT ചാപ്റ്ററുകൾ കാണും. മോക്ക് ടെസ്റ്റുകൾ കാണും. ലൈവ് ക്ലാസ്സുകൾ കാണാൻ കഴിയാത്ത റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. സ്പെഷ്യൽ സ്റ്റഡി ടൈം ടേബിളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ASNB അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് 9995467246 എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന യൂണിഫോം പോസ്റ്റ്. അപ്പൊ യൂണിഫോം ജോലി തിളങ്ങാൻ വേണ്ടിയിട്ട് ASNB അക്കാദമിയുടെ തീവ്ര പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഒരു യൂണിഫോം ജോലി കരസ്ഥമാക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യം ജോയിൻ ചെയ്യുന്ന 50 സ്റ്റുഡൻസിന് 1999 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പൊ ഒരുപാട് എക്സാമുകളാണ്, ഈ നോട്ടിഫിക്കേഷനാണ് PSC 3 ഘട്ടമായിട്ട് വിളിക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും, അതുപോലെ എൻ്റെ കൂപ്പൺ കോഡായ ധന്യ 20 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പം നാളെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.